കൃത്രിമമായി നിർമ്മിച്ച വളരെ ഉയർന്ന ഗ്രാവിറ്റിയിൽ അതികഠിനമായ രീതിയിൽ ഗോക്കു പരിശീലനം ചെയ്തുകൊണ്ടിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് കേരള സ്റ്റോറി എക്സ്പ്ലെയിനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് ഡ്രാഗൺ ബോൾ സി നമക്കിയൻ സാഗയുടെ 7ാം എപ്പിസോഡാണ്. വരൂ കഥയിലേക്ക് പോകാം. വളരെ സമയമായി തുടർന്നുകൊണ്ടിരുന്ന പരിശീലനങ്ങൾക്കൊടുവിലായി ക്ഷീണിതനായി ഗോക്കു നിലത്തേക്ക് വീഴുകയാണ്. അവശനായി നിലത്തിരിക്കുന്ന ഗോക്കു 20 മടങ്ങധികം ഗ്രാവിറ്റിയിൽ എന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇതുവരെയും പരിശീലനം ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയും എന്നെ കൊണ്ട് ഇത് തന്നെ തുടരുവാൻ സാധിക്കുന്നതല്ല. 30 ടൈം അധികം ഗ്രാവിറ്റിയിലാണ് ഞാൻ ഇനി മുതൽ പരിശീലനം ചെയ്യാൻ പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ആർജവത്തോടെ ഗോക്കു ചാടി എഴുന്നേൽക്കുകയും ഗ്രാവിറ്റി നിയന്ത്രണ യന്ത്രത്തിന്റെ മുന്നിലേക്ക് നടന്നു പോവുകയും ചെയ്യുന്നു. എന്നാൽ നടന്നു പോയിക്കൊണ്ടിരുന്ന ഗോക്കുവിന്റെ തലയ്ക്കുള്ളിലായി "ഗോക്കു, നീ കേൾക്കുന്നുണ്ടോ?" എന്നൊരു ശബ്ദം കേൾക്കുകയായി. പരചിത്തജ്ഞാന വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കായോസാമ അവിടെ നിന്ന് സംസാരിക്കുന്നതാണെന്ന് ഗോക്കുവിന് മനസ്സിലാവുകയും എന്താണ് വിശേഷങ്ങളെന്ന് തിരക്കുകയും ചെയ്യുന്നു. "ഹലോ ഗോക്കു, നീ ഇപ്പോൾ ഡ്രാഗൺ ബോളുകൾ തേടി ബഹിരാകാശത്തിലൂടെ പ്ലാനറ്റ് നമയ്ക്കനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാത്ത മറ്റൊരു കാര്യമുണ്ടെന്നും പറഞ്ഞ് ഗോക്കു അലറുമ്പോഴത്തേനും അത് ഗൗനിക്കാതെ കായോസാമ പ്ലാനറ്റ് നമയ്ക്കനിൽ ഇപ്പൊ കൊടൂരമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗോക്കു പറയുമ്പോൾ, "ഞാൻ നിന്നെ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്തത് നിന്നോട് വേറൊരു വിശേഷം പറയാൻ വേണ്ടിയാണ്. അത് നീ ആദ്യം കേക്ക് ഗോക്കു" എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. പെട്ടെന്ന് 3-4 നിഴലുകൾ കായോസാമയുടെ പിന്നിലായി വന്ന് നിൽക്കുകയും "നിന്റെ 4 സുഹൃത്തുക്കളോട് വന്നിട്ടുണ്ട് ഗോക്കു" എന്നും പറഞ്ഞ് കായോസാമ പൊട്ടി ചിരിക്കുകയും ചെയ്യും. അതും "നീ നാഗപ്പാതയിൽ കൂടി ഇവിടെ എത്തുവാനെടുത്ത സമയത്തിനേക്കാൾ വളരെ ചെറിയ സമയം കൊണ്ടാണ് അവരോട് എത്തിയതെന്നും കൂടെ പറയുമ്പോൾ ഗോക്കു അത്ഭുതപ്പെട്ട് ഞെട്ടുകയാണ്. വളരെ അതിശയത്തോടെ "ആരാണതെന്ന് ഗോക്കു ചോദിക്കുമ്പോൾ യാംജ, ടിയാൻ, ജോൾസു, പിക്കലോ മുതലായവരെ കാണിക്കുന്നു. ഗോക്കുവിനെ പോലെ തന്നെ വളരെയധികം ശക്തി സമ്പാദിക്കാൻ വേണ്ടിയാണ് ഇവർ 4 പേരും പരിശീലനം ചെയ്യാൻ അവിടെയായി എത്തിച്ചേർന്നിരിക്കുന്നത്. അതേസമയം യാംജ എനിക്ക് ഗോക്കുവിനോട് സംസാരിക്കാൻ സാധിക്കുമോ എന്ന് കായാസ്വാമിയോട് തിരക്കുകയും എന്റെ തോളിൽ കൈവച്ചുകൊണ്ട് നീ സംസാരിച്ചോളൂ എന്നും പറഞ്ഞ് കായാസ്വാമി അനുവാദം കൊടുക്കുകയും ചെയ്യുന്നു. ഉടനെ തന്നെ ഗോക്കുവിനോട് സംസാരിക്കുന്ന യാംജ "നമസ്കാരം ഗോക്കു, മേൽലോകത്ത് വെച്ച് കാമിസ്വാമിയാണ് ഞങ്ങളോട് ഡ്രാഗൺ ബോൾ തപ്പി നീ പോയിരിക്കുകയാണെന്ന് ഞങ്ങളെ എത്രയും വേഗം തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്ന് ഞങ്ങളോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളിവിടെ പരിശീലനം ചെയ്താൻ വന്നിരിക്കുന്നതും. തിരിച്ചു കൊണ്ടുവരാൻ നോക്കില്ലെന്ന് വിചാരിച്ച ജോൾസു അവരുടെ കൂടി ഉണ്ടെന്നറിയുന്ന ഗോക്കുവിന് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. "ഗോക്കു, ഈ ഗ്രഹത്തിലെ ഗ്രാവിറ്റി വളരെ ഉയർന്നതാണ്. ഞങ്ങൾക്കും ഇവിടെ മര്യാദയ്ക്ക് നടക്കാൻ പോലും സാധിക്കുന്നുണ്ടെന്ന് യാംജ ഗോക്കുവിനോട് പറയുമ്പോൾ "അതെനിക്കറിയാം യാംജ, പക്ഷെ ഞാൻ ഈ സ്പേസ്ഷിപ്പിനുള്ളിൽ ഇപ്പൊ അതിനേക്കാളും പല മടങ്ങധികം ഗ്രാവിറ്റിയിലാണ് പരിശീലനം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ഗോക്കു ഗുരുത്വാകർഷണ നില 30 ടൈം മുകളിലേക്ക് ഉയർത്തി വെക്കുകയാണ് ചെയ്യുന്നത്. "ഞാൻ 5 ദിവസത്തിനുള്ളിൽ എനിക്ക് കഴിയുന്നത്ര ശക്തി സംഭരിച്ചുകൊണ്ട് പ്ലാനറ്റ് നമയ്ക്കനിൽ ചെല്ലുവാൻ സാധിച്ചില്ല എങ്കിൽ വളരെ വലിയ ദുരന്തങ്ങളാണ് അവിടെ നടക്കാൻ പോകുന്നതെന്നും പറഞ്ഞ് ഗോക്കു വളരെ ആശങ്കപ്പെട്ട് സംസാരിക്കുകയാണ്. അത് കേൾക്കുന്ന യാംജ "എന്തു പറ്റി ഗോക്കു?" എന്ന് തിരക്കുകയാണ്. "യാംജ, സത്യം പറഞ്ഞാൽ ഞാൻ വളരെയധികം പരിക്കേറ്റ് വിശ്രമത്തിലായിരുന്നു. എനിക്ക് ഡ്രാഗൺ ബോളുകൾ തപ്പി പോകുവാൻ സാധിച്ചിരുന്നില്ല. എന്റെ മകൻ ഗുഹാനും ക്രില്ലിനും ബുൾമയും കൂടിയാണ് പ്ലാനറ്റ് നമയ്ക്കനിലേക്ക് ഡ്രാഗൺ ബോൾ തപ്പി പോയിരിക്കുന്നത്. പക്ഷെ അവരവരുടെ കാലുകുത്തി എന്റെ അടുത്ത നിമിഷമാണ് അവർക്ക് മനസ്സിലായത് നമ്മളിവിടുന്ന് കൊല്ലാതെ വിട്ട സയാൻ വെജിറ്റയും അതേ ഡ്രാഗൺ ബോളുകൾ തപ്പി അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടെന്ന്. പക്ഷെ എന്നെ അലട്ടുന്ന അതിനേക്കാൾ വലിയൊരു പ്രശ്നം പ്ലാനറ്റ് നമയ്ക്കനിൽ വെജിറ്റയെക്കാളും പല മടങ്ങ് ശക്തിയുള്ള ഒരു അസുരനും കൂടി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. എത്രയും വേഗം എനിക്ക് അവിടെ ചെല്ലുവാൻ സാധിച്ചില്ല എങ്കിൽ ഡ്രാഗൺ ബോളുകൾ എടുക്കുക എന്നത് മാത്രമല്ല അവരുടെ ജീവൻ പോലും എനിക്ക് രക്ഷിക്കുവാൻ സാധിക്കുന്നതല്ല" എന്ന് പറഞ്ഞുകൊണ്ട് ഗോക്കു പല്ലു കടിക്കുകയാണ്. വെജിറ്റ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ കായാസമ യാംജ ഞെട്ടിത്തിരിച്ചവിടെ നിൽക്കുകയാണ്. എന്നിട്ടും പേടി ചേരാതെ കായാസമ "നീ പറഞ്ഞ രാക്ഷസന്റെ പേര് ഫ്രീസ എന്നാണോ?" എന്ന് ചോദിച്ച് അലറുകയാണ്. അതവൻ അറിയില്ല എന്ന് ഗോക്കു പറയുമ്പോൾ "ഞാനൊന്ന് അന്വേഷിക്കട്ടെ" എന്നും പറഞ്ഞ് കായാസമ ഒരു പ്രത്യേക സ്ഥലത്ത് പോയി നിന്ന് പ്ലാനറ്റ് നമക്കുമായി കണക്ട് ചെയ്യുകയാണ്. വളരെ ശക്തിയുള്ള കീ മനസ്സിലാക്കുന്ന കായാസമ പുറകെ തപ്പി അന്വേഷിച്ച് കൊല്ലുമ്പോൾ ഡ്രാഗൺ ബോളുകളുമായി തൂക്കിക്കൊണ്ടുവന്ന ഫ്രീസയാണ് അദ്ദേഹം കാണുന്നത്. ഫ്രീസയെ കാണുന്ന നിമിഷം തന്നെ കായാസമ മിന്നലടിച്ച് കരിഞ്ഞു പോകുന്ന പോലെ സ്റ്റാക്കായി നിലത്തേക്ക് വീഴുകയാണ്. "ഗോക്കു, ഞാനവിടെ കണ്ടത് അരക്കന്മാരുടെ അരക്കൻ, രാക്ഷസന്മാരുടെ രാക്ഷസ രാജാവാണ് അവൻ. അവനൊരു മഹാഭ്രാന്തനാണ്. അവന്റെ ഒരു ഫ്രീസ. നീ അവനോട് യുദ്ധം ചെയ്യാൻ പോയിട്ട് അവന്റെ മുന്നിൽ പോയി നിൽക്കാൻ പോലും പാടില്ല. നീ അവന്റെ 7 അയലോക്കത്ത് പോകില്ല എന്ന് എനിക്ക് ഉറപ്പ് നൽകിയാൽ മാത്രമേ നിനക്കവിടെ പോകാനുള്ള അനുവാദം വരെ ഞാൻ നൽകുകയുള്ളൂ" എന്നും പറഞ്ഞ് കായാസമ വളരെയധികം പേടിച്ച് വിറയ്ക്കുകയാണ്. "ഗോക്കു, നിനക്ക് എതിരിട്ട് നിൽക്കാൻ പോലും കഴിയാത്ത അത്ര ശക്തിയുള്ള ഒരുത്തനാണ് അവൻ. അവിടെ പോവുക, ഡ്രാഗൺ ബോൾ തൂക്കുക, വരിക, അതുമാത്രമാണ് നിനക്കുള്ള ജോലി. യുദ്ധം ചെയ്യാനുള്ള ആഗ്രഹം പോയിട്ട് അവനെ കൺമുന്നിൽ പോയി നിൽക്കാനുള്ള മോഹം പോലും നിന്റെ മനസ്സിലുണ്ടാവരുതെന്നും പറഞ്ഞ് കായാസമ അലറുമ്പോൾ അവൻ അത്രയ്ക്ക് ശക്തനാണോ എന്നും പറഞ്ഞ് ഗോക്കു അതിശയത്തോടെ ചോദിക്കുന്നു. വളരെയധികം ദേഷ്യം വരുന്ന കായാസമ ഉറക്കെ അലറുമ്പോൾ ബലിഷ്ടമായ ഒരു പച്ച കൈ കായാസമയുടെ തോളത്ത് വന്ന് പതിക്കുകയാണ്. "ഹലോ ഗോക്കു, ഞാനാണ് പിക്കലോ. നിനക്കവിടെ പോയി ഡ്രാഗൺ ബോൾ ഒപ്പിക്കാൻ സാധിച്ചാൽ അന്നേരം തന്നെ നീ വിഷ് ചെയ്ത് എന്നെ അവിടേക്ക് വരാൻ അനുവദിക്കുക. എന്റെ ഹോംലാൻഡ് നശിപ്പിക്കാൻ നോക്കുന്ന ആ രാക്ഷസനെ എന്റെ കയ്യിൽ കൊണ്ട് എനിക്ക് കൊന്നുകളയണം. നമുക്ക് 2 ആൾ കൂടെ അവനെ ഒരുമിച്ച് തീർക്കാൻ ഗോക്കു" എന്നും പറഞ്ഞ് പിക്കലോ അട്ടഹസിച്ച് ചിരിക്കുകയാണ്. അതേസമയം അവരെല്ലാം ഫ്രീസയോട് യുദ്ധം
യുദ്ധം ചെയ്യാൻ പോകുന്നു മനസ്സിലാക്കുന്ന കായസാമ പേടിച്ചു വിറയ്ക്കുകയും നിങ്ങൾക്ക് ഞാൻ പരിശീലനം നൽകണമെങ്കിൽ നിങ്ങൾ ഫ്രീസയോട് യുദ്ധം ചെയ്യില്ലെന്ന് എനിക്ക് പ്രോമിസ് നൽകണമെന്ന് പറഞ്ഞ് അവരോട് പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന അവർ അപ്പോൾ തന്നെ പ്രോമിസ് കൊടുക്കുന്നു. എന്നിട്ട് പല്ല് കടിച്ച് ചിരിക്കുന്ന പിക്കലോ ഇത്തരത്തിലുള്ള ഊള പ്രോമിസുകൾ കാത്തു സൂക്ഷിച്ചു വെക്കാൻ ഞാൻ എന്നാ ദൈവമാണോ എന്നും പറഞ്ഞ് ചിരിക്കുകയാണ്. പരിശീലനം ചെയ്യാൻ പോകുന്ന സന്തോഷത്തിൽ ടിയാൻ ചിരിച്ചുകൊണ്ട് എനിക്കറിയാം ഗോക്കു, ഞാനിവിടെ എന്റെ മുഴുവൻ ആരോഗ്യവും എടുത്തുകൊണ്ട് പരിശീലനം ചെയ്താലും നിന്നെക്കാളും ശക്തനായി മാറും എനിക്ക് സാധിക്കുകയില്ല എന്നും പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ചിരിക്കുകയാണ്. എന്നാൽ നമുക്ക് തുടങ്ങിക്കളയാന്ന് പറഞ്ഞ് കയ്യാസമ്മ കൈയും കെട്ടി പുറകോട്ട് തിരിഞ്ഞു നിന്നിട്ട് ആകാംക്ഷയോടെ നിൽക്കുന്ന യാംജനെയും ക്രില്ലിനെയും പിക്കലോയും നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് പരിശീലനം ആരംഭിക്കണമെങ്കിൽ ആദ്യം ഒരു തമാശ പറയാൻ ചിരിപ്പിക്കണം എന്നും പറഞ്ഞ് അവരെ എല്ലാം നോക്കി കോക്കറി കാണിക്കുകയാണ്. അത് കാണുന്ന അവർ 4 പേരും പകച്ചു പണ്ടാരം അടങ്ങി സ്തംഭിച്ചു നിൽക്കുകയാണ്. അതേസമയം പറക്കം തളികി പറന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഗോകു യുദ്ധം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും എന്താ, പരിശീലനം ചെയ്യുന്നതിൽ ആർക്കും തെറ്റു പറയാൻ സാധിക്കില്ലോ. ഞാൻ 50 ടൈം അധികം ഗ്രാവിറ്റിയിൽ പരിശീലനം ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് 50 ടൈം അധികം ഗ്രാവിറ്റിയിൽ പരിശീലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഗ്രാൻഡ് ആൾട്ടറിന്റെ അടുത്തേക്ക് പറന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഡെംഡയും ക്രില്ലിനും വളരെയധികം പതുക്കെ സാവധാനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം നമക്കൻ ഗ്രാമങ്ങൾ തപ്പി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന വെജിറ്റയ്ക്ക് ഒന്നും തന്നെ സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് 2 പേരുടെ എനർജി ലെവൽ സെൻസ് ചെയ്യുന്ന വെജിറ്റ ആ ദിശയിലേക്ക് നോക്കി സ്പീഡിൽ പറക്കുകയാണ്. ക്രില്ലിന്റെയും ഡെംഡയുടെ നേർക്ക് എന്തോ വളരെ വേഗത്തിൽ പറന്നു വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന ക്രില്യൻ പെട്ടെന്ന് ഡെംഡേനെ വലിച്ചുകൊണ്ടൊരു മലയുടെ പുറകിൽ പോയി ഒളിച്ചു നിൽക്കുകയാണ്. പറന്നു വരുന്ന വെജിറ്റനെ കാണുന്ന ക്രില്യൻ മരണം പാതി ഉറപ്പിച്ചു കഴിയുന്നു. അതേസമയം വെജിറ്റ ഡൈവേഷൻ എടുത്ത് മറ്റൊരു ദിശയിലേക്ക് പെട്ടെന്ന് പറന്നു പോവുകയാണ്. അത് കാണുന്ന ഡെൻഡയും ക്രില്ലിനെ അതിശയപ്പെട്ട് നിന്നു പോകുന്നു. എന്തുകൊണ്ടായിരിക്കും അവൻ വേറെ ദിശയിലേക്ക് പോയതെന്ന് ഡെൻഡെ ചോദിക്കുമ്പോൾ നമ്മളെക്കാളും കരുത്തുള്ള ആരുടെയെങ്കിലും കീ അവൻ സെൻസ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും പോയതെന്ന് പറഞ്ഞ് ക്രില്യൻ അലറുകയാണ്. സെർബോന്റെ കീയാണ് എനിക്ക് മനസ്സിലാവുന്നുള്ളത്, ഞാൻ അവന്റെ മരണം എന്റെ കൈകൊണ്ട് നടത്തി കൊടുക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് വളരെ ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് വെജിറ്റ ആ ദിശ നോക്കി പറന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമക്കൻ ഗ്രാമം തപ്പി പറന്നു പോയിക്കൊണ്ടിരുന്ന സർബോന്റെ അടുത്തേക്ക് മിന്നൽ വേഗത്തിൽ വെജിറ്റ പറന്നു വരും. ഒറ്റയടിക്ക് സർബോനെ അടിച്ച് പറപ്പിക്കുകയാണ്. നമ്മൾ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ, ഞാൻ ഡൊഡോറിയനെ കൊന്നിട്ടാണ് വന്നത്, അടുത്തത് നിന്റെ ഊഴാണെന്ന് പറഞ്ഞ് വെജിറ്റ സർബോനെ നോക്കി പൊട്ടി ചിരിക്കുകയാണ്. അത് കേൾക്കുന്ന സർബോൺ ഒരു നിമിഷത്തേക്ക് അത്ഭുതപ്പെടുകയാണ്. വെജിറ്റ, നീ എന്തിനു വേണ്ടിയാണ് ഫ്രീസയ്ക്കെതിരെ പ്രവർത്തിക്കുന്നതെന്ന് സർബോൺ ചോദിക്കുമ്പോൾ പണ്ട് മുതലേ എനിക്ക് അവനോട് വെറുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ ശക്തിക്കടിയിൽ ഞാൻ അടിമപ്പെട്ടു പോയതാണ്. പക്ഷെ ഇപ്പോൾ അവനെതിരെ ചെറുത്ത് നിൽക്കുക മാത്രമുള്ള ശക്തി ഞാൻ സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ മരണം വിദൂരമല്ലാന്നും പറഞ്ഞ് വെജിറ്റ പൊട്ടി ചിരിക്കുകയാണ്. ഇപ്പോഴാണ് എനിക്ക് അത്ഭുതകരമായ ഡ്രാഗൺ ബോളുകളുടെ ശക്തി മനസ്സിലായത്. അതുപയോഗിച്ച് എനിക്ക് അമരത്വം നേടുവാൻ സാധിക്കുമെങ്കിൽ ഒരുത്തിനെ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. അവനെ അടക്കം എല്ലാത്തിനും ഞാൻ കൊന്നുകളയും എന്റെ ശത്രുക്കളെ എന്ന് പറഞ്ഞ് വെജിറ്റ പൊട്ടി ചിരിക്കുന്നു. വെജിറ്റ, നീ വളരെ വലിയൊരു വിഡ്ഢിയാണ്. നിനക്ക് അമരത്വം നേടുവാൻ സാധിച്ചെങ്കിൽ പോലും ഫ്രീസ സ്വാമിയെ തോൽപ്പിക്കുവാൻ സാധിക്കില്ല. പിന്നെ നീ വിചാരിക്കുന്ന പോലെ ഒരു പൊട്ടനായ ലോലനല്ല ഞാൻ. എനിക്കുള്ളിലെ ശക്തി നിന്നെക്കാളും പല ഇരട്ടിയാണ്. അത് ഞാൻ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. നിന്നെ ഇപ്പോൾ എന്റെ കൈ കൊണ്ട് കൊല്ലുമെന്നും പറഞ്ഞ് സർബൺ ഉറക്കെ പൊട്ടിച്ചിരിക്കുന്നു. എന്നാൽ അത് കേൾക്കുന്ന വെജിറ്റ, നിന്റെയൊക്കെ ഏമാൻ ഫ്രീസയ്ക്ക് സായാൻ വംശജരെ പേടിയാണെന്ന് നീ കേട്ടിട്ടില്ലേ? ഞാൻ അവരുടെ വീര്യം എന്താണെന്ന് നിനക്കിപ്പോൾ കാണിച്ചു തരാമെന്നും പറഞ്ഞ് സർബോണെതിരെ വെജിറ്റ കൈ ഉയർത്തും. എന്നാൽ അതെല്ലാം കേൾക്കുന്ന സർബോൺ, ശരിയാണ് വെജിറ്റ, പക്ഷെ നീ വിചാരിക്കുന്നത് പോലെയല്ല. സായാന്മാർ കൂട്ടം കൂടി വരുന്നതാണ് ഫ്രീസസാമ ഭയന്നിരുന്നത്. അല്ലാതെ നിന്നെപ്പോലെ ഒറ്റയൊരുത്തം വന്നാൽ ഫ്രീസസാമയെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹം വളരെയധികം ശക്തനാണ്, നീ വിചാരിക്കുന്നതിനേക്കാളെന്നും പറഞ്ഞ് സർവ്വശക്തി ആവാഹിച്ചുകൊണ്ട് സർബോൺ വെജിറ്റ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു. പെട്ടെന്ന് വെജിറ്റ വേഗമാത്ര വിദ്യ ഉപയോഗിച്ചുകൊണ്ട് സർബോന്റെ പിറകിലേക്ക് ചെല്ലുകയും തിരിഞ്ഞു ഇടിക്കാൻ നോക്കുന്ന സർബോന്റെ കൈയെല്ലാം അമർത്തി പിടിക്കുകയും ദൂരേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നു. എന്നാൽ ആ പാഞ്ഞു വരുന്ന എനർജി അറ്റാക്ക് വെജിറ്റ തന്റെ കൈ കൊണ്ട് അടിച്ച് ദൂരേക്ക് പറിപ്പിക്കുകയും അത് ചെന്നൊരു മലയിൽ പതിക്കുകയും മല ഭസ്മമായി പൊട്ടിത്തെറിക്കുകയും ചെയ്യും. അത് കണ്ട് സർബോൺ അത്ഭുതപ്പെടുമ്പോഴേക്കും ദൂരെയായി കാണുന്ന ഡെംഡയും ക്രില്യൻ അത് കണ്ട് ഭയപ്പെടുകയാണ്. അതിന്റെ വെറും പ്രഭാവം മാത്രം കാണുന്ന ക്രില്യൻ, വളരെ വലിയ രാക്ഷസന്മാരാണ് ഇവന്മാരോട് ഫൈറ്റ് ചെയ്യാൻ പോയിട്ടൊന്ന് പൊരുതി നിൽക്കാൻ പോലും എന്നെ കൊണ്ട് സാധിക്കില്ല. എത്രയും വേഗം ഗ്രാൻഡ് എൽഡറിന്റെ അടുത്തേക്ക് ചെല്ലണമെന്ന് പറഞ്ഞ് ഡെൻഡനെ പിടിച്ചുകൊണ്ട് സർവ്വ വേഗം എടുത്തുകൊണ്ട് ക്രില്യൻ ആ ദിശ നോക്കി പറക്കുകയാണ്. അതേസമയം വളരെ കൊടൂര രീതിയിൽ മാറി ഫൈറ്റ് ചെയ്യുന്ന വെജിറ്റയും സർബോണും മാരകമായ ഇടിയടവുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വെജിറ്റ മാറി പലതരത്തിലുള്ള ആക്രമണം കൊണ്ട് സർബോനെ അടിച്ച് നിലം പറ്റിപ്പിക്കുകയാണ്. തെറിച്ചു വീഴുന്ന സർബോന്റെ പിറകിലേക്ക് ചെല്ലുന്ന വെജിറ്റ വീണ്ടും അവനെ തൊഴിച്ച് വേറെ ദിശയിലേക്ക് പറപ്പിക്കുകയാണ്. നിനക്കിപ്പോൾ മരണഭയം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച് വെജിറ്റ സർബോനെ പുച്ഛിക്കുമ്പോൾ, എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന മൃഗത്തിനെയാണ് നീ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇനി ഇതിന്റെ എല്ലാ ഉത്തരവാദി നീ മാത്രമാണെന്നും പറഞ്ഞ് സർബോൺ പൊട്ടിച്ചിരിക്കുന്നു. ഞാൻ എന്റെ ട്രൂ പവർ ട്രാൻസ്ഫോർമേഷൻ പുറത്തേക്ക് എടുക്കാൻ പോവുകയാണ്. അതിന്റെ മുന്നിൽ നിനക്കൊരു 10 നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല വെജിറ്റ എന്നും പറഞ്ഞ് സർബോൺ പൊട്ടിച്ചിരിക്കുകയാണ്. എന്റെ രൂപമാറ്റം നിന്റെ മഹാകുരങ്ങനെ പോലെയൊന്നുമല്ല, പക്ഷെ എന്റെ ശക്തി നിന്നേക്കാളും പല മടങ്ങ് ഇൻക്രെഡിബിൾ ആയിരിക്കുമെന്നും പറഞ്ഞ് സർബോൺ പൊട്ടിച്ചിരിക്കുന്നു. കൊടൂരമായി എന്തൊക്കെയോ നടക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കുന്ന ക്രില്യനും ഡെൻഡയും വളരെ
വളരെ വേഗത്തിൽ അവിടെ നിന്നും പറന്നു നീങ്ങുന്നു. അതിനിടയിൽ ക്രില്യൻ ഇത്രയും നേരമായിട്ട് ഇവിടെ എന്താണ് രാത്രിയാവാത്തതെന്ന് ഡംഡയോട് ചോദിക്കുന്നു. ഞങ്ങളുടെ ഗ്രഹത്തിൽ 3 സൂര്യന്മാരുണ്ട്, ഇവിടെ ഒരിക്കലും രാത്രി ഉണ്ടാവില്ല എന്ന് ഡംഡെ മറുപടിയും പറയും. സർബോന്റെ ട്രാൻസ്ഫോർമേഷൻ കാണാനുള്ള ആഗ്രഹം കൊണ്ട് വെജിറ്റ നീ വേഗം നിന്റെ മുഴുവൻ ശക്തി എടുക്കുമെന്നും പറഞ്ഞ് വെജിറ്റ അവർ തയ്യാറായി നിൽക്കുകയാണ്. ആകാംക്ഷയോടെ നിൽക്കുന്ന വെജിറ്റയുടെ മുഖഭാവം കണ്ടുകൊണ്ട് തന്നെ സർബോൺ ഒരു രാക്ഷസ രൂപത്തിലേക്ക് പരിണമിക്കുകയാണ്. രാക്ഷസ രൂപത്തിലേക്ക് മാറുന്ന സർബോൺ എന്റെ രൂപം കാണാൻ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്റെ ശക്തി വളരെ ഭീകരമാണെന്നും പറഞ്ഞ് വെജിറ്റയുടെ മുന്നിലേക്ക് പാറി പറഞ്ഞു ചെല്ലുകയും തലങ്ങും വലങ്ങും വെജിറ്റനെ എടുത്തിട്ട് ആക്രമിച്ച് നിലത്തേക്കെടുത്ത് ഉറക്കെ അടിക്കുകയാണ്. കൊടൂരമായ ആക്രമണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സർബോൺ വെജിറ്റയുടെ തലയിൽ മാരകമായി പരിക്കുകൾ ഏൽപ്പിക്കുന്നു. അതേസമയം മരണഭയം കൊണ്ട് പാറി പറന്നുകൊണ്ടിരിക്കുന്ന ക്രില്യൻ രണ്ടേ എൽഡറിന്റെ അടുത്ത് നമ്മൾ ഉടനെ എത്തുമോ, ഇനി എന്തൊരു ദൂരം ഉണ്ടെന്ന് ആകാംക്ഷയോടെ ചോദിക്കുകയാണ്. എനിക്കങ്ങനെ വളരെ ലളിതമായി തോറ്റെടുക്കാനാവില്ല എന്നും പറഞ്ഞുകൊണ്ട് വെജിറ്റ വളരെ ഉച്ചത്തിൽ അലറുകയാണ്. പെട്ടെന്ന് വെജിറ്റയുടെ ഓറ പവറപ്പ് ചെയ്ത് ഇരട്ടിയായി മാറുന്നു. വളരെ വേഗതയിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വളരെയധികം വേഗത്തിൽ സഞ്ചരിച്ച സർബോൺ വെജിറ്റനെ നിഷ്പ്രയാസം അടിച്ച് താഴേക്ക് പുറത്തേക്ക് ഒരു എനർജി അറ്റാക്ക് ഉപയോഗിച്ച് വെജിറ്റിനെ കൊല്ലുവാൻ ശ്രമിക്കുകയും അതിൽ നിന്ന് വെജിറ്റ ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെടുന്നുണ്ടെങ്കിലും തുടരെ സർബോൺ വീണ്ടും എനർജി അറ്റാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വെജിറ്റിനെ ആക്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. വെജിറ്റ തിരികെ മാരക എനർജി അറ്റാക്ക് വഹിക്കുന്നുണ്ടെങ്കിൽ സർബോൺ നിഷ്പ്രയാസം തട്ടിമാറ്റുകയാണ്. വളരെ വേഗത്തിൽ പറന്നു വരുന്ന സർബോൺ വെജിറ്റയുടെ ദേഹത്ത് മാരകമായ ഒരു പരിക്കോട് ഏൽപ്പിക്കുകയാണ്. ഇതേസമയം വളരെ വേഗത്തിൽ പറന്നു പോയിക്കൊണ്ടിരുന്ന ക്രില്യനും ഡണ്ടയ്ക്കും വളരെ കൊടൂരമായ രീതിയിൽ നടക്കുന്ന സർബോന്റെയും വെജിറ്റയുടെയും ഫൈറ്റിന്റെ പ്രതീതി അനുഭവപ്പെടുകയാണ്. ഇത്ര ദൂരെയായിരുന്നിട്ട് പോലും നമുക്ക് ഇത്രയധികം അതിന്റെ പ്രതീതി വരുന്നുണ്ടെങ്കിൽ അവന്മാർ എത്ര കൊടൂരമായിട്ടായിരിക്കും അവിടെ യുദ്ധം ചെയ്യുന്ന ചോദിച്ച് ക്രില്യൻ പേടിക്കുകയാണ്. ഇപ്പോൾ എന്റെ ശക്തി മനസ്സിലായടെന്ന് ചോദിച്ച് സർബോൺ വെജിറ്റയുടെ കഴുത്ത് കുരുക്കി കൊല്ലാൻ നോക്കുമ്പോൾ സർബോന്റെ വയറ്റിലടിച്ചുകൊണ്ട് വെജിറ്റ താഴേക്ക് അടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ താഴേക്ക് വരുന്ന വെജിറ്റ ഭൂമിയിലെ ഫൈറ്റിന് ശേഷം ഞാൻ വളരെ ശക്തിമാനായി മാറിയെന്നാണ് ഞാൻ അഹങ്കാരത്തോടെ വിചാരിച്ചത്, പക്ഷേ ഇപ്പോഴും എന്റെ ശക്തി ഒന്നും തന്നെ ആയിട്ടില്ല എന്നും പറഞ്ഞ് വളരെയധികം സങ്കടപ്പെടുകയാണ്. അപ്പോൾ തന്നെ മിന്നൽ വേഗത്തിൽ വരുന്ന സർബോൺ വെജിറ്റനെ വളരെയധികം ശക്തിയോടെ അടിച്ചുകൂടി നിലത്തേക്ക് വലിച്ചെറിയുകയാണ്. വളരെ അവശനായി നിലത്ത് വീണ് കിടക്കുന്ന വെജിറ്റനെ നോക്കിക്കൊണ്ട് സർബോൺ വെജിറ്റ നീ തീർന്നു, നിന്റെ ലൈഫ് ഇവിടെ തീരുകയാണെന്നും പറഞ്ഞ് അട്ടഹസിക്കുകയാണ്. വളരെ ശക്തമായ ഒരു ക്രാഷിംഗ് ഫിനാലെ അടിപ്പിച്ചുകൊണ്ട് വെജിറ്റനെ നിലത്തേക്ക് അടിച്ചുകൊണ്ട് സർബോൺ പതിപ്പിക്കുകയാണ്. എന്നാൽ വെജിറ്റ ചെന്ന് വീഴുന്നിടത്ത് വളരെ വലിയൊരു ഡാം പൊട്ടി ഒഴുകുകയും വെജിറ്റനെ അവിടെ നിന്നും കാണാതെ വരികയും ചെയ്യുന്നു. വെജിറ്റയുടെ ദേഹവും അനക്കവും ഒന്നും കാണാതെ വരുന്ന സർബോൺ അവന്റെ അനക്കമൊന്നും ഇല്ലല്ലോ, അതിനടുത്ത് അവൻ മരിച്ചു എന്നാണെന്ന് പറഞ്ഞ് സർബോൺ അവന്റെ പഴയ രൂപത്തിലേക്ക് തിരികെ മാറും. ഇപ്പോൾ തന്നെ ഇതെനിക്കെല്ലാം ഫ്രീസ സമയോട് പറയണമെന്നും പറഞ്ഞ് ഫ്രീസയുള്ള സ്ഥലം നോക്കി സർബോൺ പറക്കുകയാണ്. എന്നാൽ സർബോൺ അവിടെ നിന്നും പറന്നു പോകുന്ന അതേ നിമിഷം വെള്ളത്തിനുള്ളിൽ നിന്നും ഒരു കൈ പുറത്തേക്ക് വരികയും ആ കൈ ആഞ്ഞ് നിലത്തേക്ക് പിടിച്ചുകൊണ്ട് വെജിറ്റ വളരെ ബുദ്ധിമുട്ടി ആ കരയിലേക്ക് വലിഞ്ഞു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വളരെ ആയാസപ്പെട്ടുകൊണ്ട് നിലത്തോടെ വലിഞ്ഞു കയറുന്ന വെജിറ്റ എടാ സർബോൺ നീ എവിടെ പോയടാ, ഇതൊന്നും തീർന്നിട്ടില്ലടാ, ഞാൻ ഉറപ്പായി നിന്നെ കൊല്ലാൻ വരൂടാന്നും പറഞ്ഞ് ഉറക്കെ അലറുകയാണ്. ഇവിടുന്നെങ്ങാനും ഞാൻ ഇനി എണീറ്റ് വന്നാൽ സർബോൺ നിന്നെയും ഫ്രീസയെ ഞാൻ ഇഞ്ചിഞ്ചായി എന്റെ കൈ കൊണ്ട് കൊന്നുകൊള്ളടാന്നും പറഞ്ഞ് ഉറക്കെ അലറുകയാണ്. ഞാൻ മറ്റൊരുത്തിനെ എനിക്ക് അവകാശപ്പെട്ട ഡ്രാഗൺ ബോൾ നേടാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് വെജിറ്റ അലറുമ്പോൾ 50 മടങ്ങ് അധികം ഗ്രാവിറ്റിയിൽ ഗോകു പരിശീലനം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഗ്രാൻഡ് എൽഡറിന്റെ അടുത്തേക്ക് ഡണ്ടയും ക്രിയലും കൂടെ പാഞ്ഞു പറന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നതും നടന്ന കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി ഫ്രീസയെ തപ്പിക്കൊണ്ട് പാഞ്ഞു പറന്നു പോകുന്ന സർബോണയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ രേഖപ്പെടുത്തുവാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.